ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി ക്യാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് യൂബർ ട്രിപ്പിനെ കുറിച്ചോ ടാക്സി ട്രിപ്പിനെയോ കുറിച്ചോ അല്ല. ഇന്ന് ഒരു ആനവണ്ടി യാത്രയാണ്. അതായത് ആലുവയിൽ നിന്നും നമ്മുടെ തെങ്കാശി ജില്ലയിലെ തിരുവട്ടനല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് പോകാനുള്ള റൂട്ട് എന്ന് പറയുന്നത് ആലുവയിൽ നിന്നും അങ്കമാലി, കോട്ടയം, പുനലൂർ, ആര്യങ്കാവ്, ചെങ്കോട്ട, തെങ്കാശി, പുളിയങ്കുടി വഴി തിരുവട്ടനല്ലൂർ എന്ന ഗ്രാമത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആയതിനാൽ നമ്മൾ ആലുവയിലേക്ക് പോകുവാനായി യൂബർ ബുക്ക് ചെയ്യുകയാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന യാത്രാ ആപ്പിൽ ക്യാബ് കിട്ടാത്തത് കൊണ്ടാണ് യൂബർ ബുക്ക് ചെയ്യുന്നത്. നമ്മൾ പിക്കപ്പ് ലൊക്കേഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ടാക്സി ബുക്കിംഗ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഇനി ഈ സമയം ഇപ്പോൾ 11:30 മണിയായിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടി കിട്ടുമോ എന്ന് ഒരു ഡൗട്ടുണ്ട്. കിട്ടും, പക്ഷേ എന്തോരം വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് നോക്കാം ഏത് വണ്ടിയാണ് നമുക്ക് റിക്വസ്റ്റ് ആവണേ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യണേ എന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ അടുത്ത് കാണുന്ന വണ്ടികളൊന്നും തന്നെ നമ്മുടെ ബുക്കിംഗ് സ്വീകരിക്കുന്നില്ല. ഒരു പക്ഷേ അവർ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ആപ്പ് ഓഫ് ചെയ്യാൻ മറന്നതായിരിക്കാം എന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നാൽ അധികം വൈകാനും സാധിക്കില്ല. അപ്പോൾ നമ്മൾ അതിനായിട്ട് നോക്കിയാണ്. ചെറിയൊരു ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 മണിക്ക് ആലുവയിലെത്തണം. അവസാനം 30 സെക്കൻഡിന് ശേഷം ഒരു ക്യാബ് കിട്ടിയിട്ടുണ്ട്. 8 മിനിറ്റ് സമയം കാണിക്കുന്നുണ്ട്. ക്യാബ് ഇപ്പോൾ ഉള്ളത് ഏകദേശം മുപ്പത്തളം സൈഡാണെന്ന് തോന്നുന്നു. അപ്പോൾ വരുവാനായിട്ട് ഏകദേശം 8 മിനിറ്റോളം സമയം കാണിക്കുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം, പതിയെ ക്യാബിൻ്റെ അടുത്തേക്ക് ചെല്ലാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാബിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ക്യാബിൽ രാത്രി ആയതുകൊണ്ട് പാട്ടൊക്കെ വെച്ചാണ് യാത്ര. അപ്പോൾ ഡ്രൈവർ നല്ല പൊളിയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളിപ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് അങ്കമാലിയിലേക്കാണ് പോകേണ്ടത്. കുറച്ച് സമയത്തിന് ശേഷം തൃശ്ശൂർ വഴി കോഴിക്കോട് പോകുന്ന ബസ് വന്നു. അതിൽ കയറി നേരെ അങ്കമാലിയിലേക്കാണ് യാത്ര. ഇപ്പോൾ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. നമുക്ക് പോകേണ്ട ബസ് 1:05-നാണ് എത്തേണ്ടത്. ഇനി ഇതാണ് നമുക്ക് പോകേണ്ട ബസ്സിൻ്റെ ഡീറ്റെയിൽസ്. നമ്മുടെ ബസ് എത്തിയപ്പോൾ 20 മിനിറ്റ് വൈകിയാണ് എത്തിയത്. 1:05 ബുക്കിംഗ് ടൈം കാണിച്ച ബസ് 1:25-നാണ് എത്തിയത്. ഇത് പാലക്കാട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന KSFTൻ്റെ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. ഇപ്പോൾ ബസ് കാലടി പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബസ്സിൽ പകുതി സീറ്റോളം ബുക്കിംഗ് ഉണ്ട്. നൈറ്റ് ബസ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ബുക്കിംഗ് കൂടുതലുള്ളത്. എൻ്റെ സീറ്റ് 1-ാം നമ്പർ സീറ്റാണ്. ഇപ്പോൾ മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. ഇവിടെയും ബുക്കിംഗ് ഉള്ളവരാണ് കൂടുതൽ. ബുക്കിംഗ് ഉള്ള യാത്രക്കാരെയും കയറ്റി ബസ് മൂവാറ്റുപുഴയിൽ നിന്നും പുറപ്പെടുകയാണ്. പോകുന്ന വഴി കൂത്താട്ടുകുളം, മൂന്നിപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും കോട്ടയത്തേക്ക് ബുക്കിംഗ് ഉണ്ട്. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇപ്പോൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. ഇതാണ് നമുക്ക് പോകുവാനുള്ള കോട്ടയം തെങ്കാശി ഫാസ്റ്റ് പാസഞ്ചർ ബസ്. നമ്മുടെ ബസ് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. രാവിലെ 4:30-നാണ് കോട്ടയത്ത് നിന്നും തെങ്കാശിക്ക് പോകുന്ന ഫസ്റ്റ് ബസ്. ഇപ്പോൾ ബസ് MC റോട്ടിലേക്ക് കയറുകയാണ്. ഇനിയുള്ള ബസ് റൂട്ട് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി, തിരുവല്ല, പന്തളം, അടൂർ, പത്തനാപുരം, പുനലൂർ, ആര്യങ്കാവ് വഴിയാണ് തെങ്കാശിക്ക് പോകുന്നത്.
ഞാൻ ചെറുതായൊന്ന് മയങ്ങിപ്പോയി. ശേഷം കണ്ണ് തുറന്നു നോക്കിയപ്പോൾ വണ്ടി ഇപ്പോൾ അടൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് 5 മിനിറ്റ് സമയമുണ്ട്. 5 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം മാത്രമേ വണ്ടി പുറപ്പെടുകയുള്ളൂ. 5 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം ബസ് പുറപ്പെടുകയാണ്. ഇനി അടുത്ത ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് പത്തനാപുരമാണ്. പത്തനാപുരം ലക്ഷ്യമാക്കിയാണ് ബസ്സിൻ്റെ യാത്ര. അങ്ങനെ നമ്മൾ പത്തനാപുരം ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇടത്തോട്ട് പോകുന്ന വഴി കോന്നി വഴി പത്തനംതിട്ടയും റൈറ്റിലേക്ക് പോകുന്നതാണ് പുനലൂർ പോകുന്ന റൂട്ടും. ഇത് മലയോര ഹൈവേയാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ബസ് നേരെ പോകുന്നത് പത്തനാപുരം ബസ് സ്റ്റാൻഡിലേക്കാണ്. ബസ് പത്തനാപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുകയാണ്. ഇനി നേരെ പുനലൂർക്കാണ് യാത്ര. മലയോര ഹൈവേ വഴിയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ബസ് പുനലൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നമുക്ക് ലെഫ്റ്റിലേക്കാണ് ചെങ്കോട്ട, അതായത് തെന്മല, ആര്യങ്കാവ്, ചെങ്കോട്ട റൂട്ട്. എന്നാൽ നമ്മൾ റൈറ്റിലേക്ക് പോയി ബസ് സ്റ്റാൻഡിൽ പുനലൂർ ബസ് സ്റ്റാൻഡിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ നേരെ തെങ്കാശി ലക്ഷ്യമാക്കി പോകുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുനലൂർ തൂക്കുപാലം. അങ്ങനെ നമ്മൾ പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 6:30 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്നും 5 മിനിറ്റ് നമുക്ക്
റെസ്റ്റുണ്ട്. 5 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം ബസ് പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങുകയാണ്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വേണം പോകുവാൻ. ഈ കാണുന്നതാണ് പുനലൂർ തൂക്കുപാലം. പുനലൂർ ടൗണിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ തൂക്കുപാലമാണ്. പുനലൂരിൽ ആദ്യമായി പുഴയ്ക്ക് കുറുകെ വന്ന പാലവും കൂടിയാണിത്. ഇപ്പോൾ നമ്മുടെ ബസ് പുനലൂർ ടൗണിൽ നിന്നും കൊല്ലം, ചെങ്കോട്ടൈ, മധുരൈ സംസ്ഥാനപാത കയറുകയാണ്. പോകുന്ന വഴിയിലാണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ അമ്പനാട് ഹിൽസ്, തെന്മല, പാലരുവി എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകൾ വരുന്നത്. നമ്മുടെ കൊച്ചിയിൽ നിന്നും ആര്യങ്കാവ് വരെ ദിവസവും ബസ് സർവീസ് ഉണ്ട്. ഒരു കേരള തമിഴ്നാട് ബോർഡറാണ് ആര്യങ്കാവ്. റോസ്മല, പാലരുവി എന്നീ സ്ഥലങ്ങളുള്ളത് ആര്യങ്കാവിലാണ്. ഏകദേശം ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് അവിടെ നിന്നും ബസ് വഴിയോ അല്ലെങ്കിൽ ജീപ്പ് വഴിയോ നമുക്ക് പോകാവുന്നതാണ്. എറണാകുളത്ത് നിന്നും തുടങ്ങുന്ന ബസ് സർവീസ് വൈകുന്നേരമാകുമ്പോഴാണ് ആര്യങ്കാവിൽ എത്തിച്ചേരുക. ഇപ്പോൾ നമ്മുടെ ബസ് ഉറുകുന്ന് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി യാത്ര ആരംഭിക്കുക. ഏകദേശം 10-15 മിനിറ്റോളം ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. അതിനാൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് ഞാനും ഇറങ്ങുകയാണ്. ഭക്ഷണം കഴിച്ചതിനു ശേഷം വണ്ടി പുറപ്പെടുന്നതിനായിട്ട് കണ്ടക്ടർ യാത്രക്കാരെല്ലാം കയറിയോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി. ബസ് വീണ്ടും പുറപ്പെടുകയാണ്. ബസ് ഇപ്പോൾ ഒറ്റക്കൽ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഒറ്റക്കൽ തടയണയുടെ മുകൾ ഭാഗം കാണുവാൻ സാധിക്കുന്ന വാച്ച് ടവറാണ് വലതുവശത്ത് കാണുന്നത്. ഈ കാണുന്നതാണ് തെന്മലയിലെ മാൻ പുനരധിവാസ കേന്ദ്രം.
ഇവിടെ കയറുവാൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മുന്നിലേക്ക് സഞ്ചരിച്ച്, അതായത് നമ്മൾ തെന്മല ടൗണിലേക്ക് പോകുന്ന വഴി സഞ്ചരിച്ച് തെന്മല ഫോറസ്റ്റ് ഓഫീസിനടുത്തുള്ള കൗണ്ടറിൽ നിന്നും വേണം ടിക്കറ്റ് എടുക്കുവാൻ. പാർക്കിലേക്ക് പോകുവാനുള്ള ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഈ റൈറ്റിലേക്കുള്ള വഴിയാണ്, അതായത് ഈ ബസ് പോകുന്ന വഴിയാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ നിന്നുമാണ് തെന്മല ഡിയർ പാർക്കിലേക്കുള്ളതും അഡ്വഞ്ചർ എക്കോ ടൂറിസം എന്നീ പാർക്കിലേക്കുള്ള ടിക്കറ്റുകൾ കിട്ടുന്നത്. മുന്നിൽ കാണുന്നതാണ് തെന്മല ഡാം. ഇവിടെ നിന്നും 2 ഹെയർ പിൻ വളവുകൾ കയറി വേണം തെന്മല ടൗണിലേക്ക് എത്തുവാൻ. ഒരു ഡേഞ്ചർ സ്പോട്ടും കൂടെയാണ് ഈ ഏരിയ. നിരവധി വാഹനങ്ങൾ ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഹെയർ പിൻ വളവുകൾ. ഇപ്പോൾ തെന്മല ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും തെന്മല ഡാം, ഡിയർ പാർക്ക് എന്നിവിടങ്ങളിലും താമസിക്കുവാനുള്ള നിരവധി ലോഡ്ജുകളും റിസോർട്ടുകളും ലഭ്യമാണ്. ഇതാണ് 13 കണ്ണറ പാലം. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാലമാണിത്. ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. വലുതും ചെറുതുമായ ഒട്ടേറെ തുരങ്കങ്ങളും ഈ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട്. കൊല്ലത്ത് നിന്നും ചെങ്കോട്ട വരെയുള്ള ട്രെയിൻ യാത്ര ബസ്സിൽ പോകുന്നതിനേക്കാൾ ഭംഗിയും ഒരിക്കലും മറക്കാനാവാത്തതുമാണ്. ഒരുപാട് സിനിമകളിൽ സ്ഥാനം പിടിച്ച ഒരു റെയിൽവേ സ്പോട്ടും ഇതുതന്നെയാണ്. ഇപ്പോൾ ബസ് ആര്യങ്കാവ് എത്തിയിരിക്കുന്നു. ഇവിടെ കൂടുതലായും വിൽക്കുന്നത് കേരള ലോട്ടറിയാണ്. സൈഡായിട്ട് ചായയും വിൽക്കുന്നുണ്ട്.
ഇപ്പോൾ ബസ് കോട്ടവാസൽ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. കേരള അതിർത്തി ഇവിടെ വച്ച് അവസാനിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് തമിഴ്നാടാണ്. കൊറോണ സമയത്ത് KSRTC ബസ്സുകൾ ഇവിടെ വരെ സർവീസ് നടത്തിയിരുന്നു. ഇപ്പോൾ നമ്മുടെ ബസ് മുഖ്യമായിട്ടുള്ളൊരു ടേണിങ്ങിലാണ് എത്തിയിരിക്കുന്നത്. ആര്യങ്കാവ് എസ് വളവ് എന്നും പുളിയറ എസ് വളവ് എന്നും പറയുന്നു. ഇത് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു സ്പോട്ടും കൂടിയാണ്. ഈ റൂട്ടിൽ ഓരോ 10 മിനിറ്റിലും 20 മിനിറ്റും ഇടവിട്ട് കേരളത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട്. കൂടുതൽ സർവീസ് ഉള്ളത് കൊല്ലം, ട്രിവാൻഡ്രം ഭാഗങ്ങളിലേക്കാണ്. കോട്ടയം, പാല, ഈരാറ്റുപേട്ട, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കായംകുളം, കരുനാഗപ്പള്ളി, അമ്പനാട് എന്നിവിടങ്ങളിലേക്കും ചുരുക്കം ബസ് സർവീസും ലഭ്യമാണ്. അതുപോലെ തന്നെ പുനലൂരിൽ നിന്നും ചെങ്കോട്ട വഴി അച്ചൻകോവിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സും ഈ റൂട്ടിലാണ് പോകുന്നത്. പിന്നെ ചെങ്കോട്ടയിൽ നിന്നും തെങ്കാശി, മധുര, പാലക്കാട് വഴി കോഴിക്കോട്ടേക്ക് ഒരു SCTCയുടെ ബസ് സർവീസും 2 മണിക്ക് ശേഷം ലഭ്യമാണ്. ഇപ്പോൾ ബസ് പുളിയറ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇവിടെയാണ് തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇനി റോഡിന് ഇരുവശവും ചെങ്കോട്ട എത്തുന്നത് വരെ കൃഷിപ്പാടങ്ങളായിരിക്കും. ഈ ഭാഗത്തുള്ളവർ ഏറ്റവും കൂടുതൽ ഉപജീവനം നടത്തുന്നത് കൃഷി കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ബസ് ചെങ്കോട്ട ടൗണിൽ എത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിന് വെളിയിലാണ് നിർത്തുക. ഈ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് കോഴിക്കോട്ടേക്കുള്ള SCTCയുടെ സർവീസ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ പുനലൂരിൽ നിന്നും ആരംഭിക്കുന്ന ചെങ്കോട്ട വഴി അച്ചൻകോവിലേക്ക് പോകുന്ന സർവീസും ഇവിടെ നിന്നുമാണ് തിരിഞ്ഞ് അച്ചൻകോവിലേക്ക് പോകുന്നത്. ഇപ്പോൾ ബസ് തെങ്കാശി എത്തിക്കൊണ്ടിരിക്കുകയാണ്. തെങ്കാശിയിൽ നിന്നും എറണാകുളത്തേക്ക് ഒരു ബസ് സർവീസ് മാത്രമാണ് ഉള്ളത്. അതും SCTCയുടെ രാത്രി 11:30 എടുക്കുന്ന ബസ്സാണ്. എന്നാൽ എറണാകുളത്ത് നിന്നും
തെങ്കാശിയിലേക്ക് സർവീസ് നടത്തുന്നത് 2 ബസ്സാണ്. ഒന്ന് 5:10 പുറപ്പെടുന്ന, അതായത് വൈകുന്നേരം 5:10 പുറപ്പെടുന്ന KSRTC ബസ്സും രാത്രി 8:10 പുറപ്പെടുന്ന SITC ബസ്സുമാണ്. ആ ദൂരെയായി കാണുന്ന അമ്പലഗോപുരമാണ് തെങ്കാശിയിലെ വളരെ പ്രസിദ്ധമായ കാശി വിശ്വനാഥർ ടെമ്പിൾ. തെങ്കാശിയിലെ ഒരു ഐഡൻറ്റിറ്റി കൂടിയാണ് ഈ അമ്പലം. ബസ് ഇപ്പോൾ തെങ്കാശി ടൗണിൽ അടുക്കുകയാണ്. രാവിലത്തെ സ്കൂൾ ടൈമിൻ്റെയും ഓഫീസ് ടൈമിൻ്റെയും തിരക്ക് നല്ലപോലെയുണ്ട് റോട്ടിൽ. ഇനി അങ്ങോട്ട് അല്പം ട്രാഫിക് കൂടുതലായിരിക്കും. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ നിർത്തിയിട്ടിരിക്കുന്നതെല്ലാം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ്സുകളാണ്. ഇതിലാദ്യം പുറപ്പെടുന്ന ബസ്സിൽ വേണം കയറുവാനായിട്ട്. ഏകദേശം ആ മുന്നിൽ കാണുന്ന നീല ബസ്സായിരിക്കണം പുറപ്പെടുന്നത്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഏറ്റവും മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സായിരുന്നു ആദ്യം പുറപ്പെടുന്നത്. കണ്ടക്ടറിൻ്റെ അടുത്ത് വിവരം അന്വേഷിച്ചാണ് ബസ്സിൽ കയറിയത്. ഇതാണ് പുളിയംകുടി ബസ് സ്റ്റാൻഡ്. ഈ പുളിയംകുടി എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാരങ്ങ കയറ്റി അയക്കുന്ന സ്ഥലം കൂടിയാണ്. ഇതിന് ലെമൺ സിറ്റി ഓഫ് ഇന്ത്യ എന്നും പേരുണ്ട്. നമ്മളെ പിക്ക് ചെയ്യുവാനായി നമ്മുടെ സുഹൃത്ത് വന്നിരുന്നു. ഇത് ഒരു ബസ് റൂട്ടും കൂടിയാണ്. മെയിൻ റോഡാണെന്ന് ആലോചിക്കണം. മുഴുവൻ മാടുകളെ മേയിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിൻ്റെ പുറകെ പോയാൽ നമ്മൾ ലേറ്റാവും എന്നുള്ളതിനാൽ ഇട റോഡ് കയറി അപ്പുറത്തേക്ക് പോകുവാനാണ് പ്ലാൻ. അതിനാൽ ഉള്ളതിലും കുറുക്കുള്ള വഴികൾ നോക്കി. ചെറിയ ചെറിയ വഴികളാണ് എല്ലാം. ഇതൊരു മാർക്കറ്റും കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നത്. ഒടുവിൽ നമ്മൾ കന്നുകാലികൾക്ക് മുന്നേ എത്തിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ വല്ല വഴക്കും നടത്താൻ്റെ ബസ്സുകാരുടെ വക. ഈ റൂട്ടിൽ ബസ്സുകൾ കുറവാണ്. ഈ കാണുന്നത് മഴക്കാലങ്ങളിൽ, അതായത് ഇവിടെ നല്ല പോലെ മഴ പെയ്യുന്ന സമയങ്ങളിൽ വെള്ളം കെട്ടി നിന്ന് ഒരു ചെറിയൊരു വയൽ പോലെ, അതായത് നമ്മുടെ പാടങ്ങളിലൊക്കെ കാണുന്ന പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പുറത്തെ വശത്ത് നോക്കിയാൽ ഫുള്ളും കൃഷിപ്പാടങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ കൃഷി നല്ല പോലെ നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതായത് ഇപ്പോൾ ഓണത്തിനുള്ള പച്ചക്കറി വിഭവങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഇവിടം തൊട്ട് ഇനി പോകുന്ന സ്ഥലം വരെ. ആ കാണുന്ന കൃഷി മുല്ലപ്പൂ തോട്ടമാണ്. ഓണത്തിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്.
ഈ കാണുന്നത് ബ്രോയിലർ കോഴി ഫാമുകളാണ്. കൂടുതലും കേരളത്തിലേക്ക് കയറ്റി അയക്കുന്നതാണ് ഇവിടുത്തെ ഫാമുകളിൽ കാണുന്ന ബ്രോയിലർ കോഴികൾ. ഇതൊന്നും അല്ല, ഇത് ഉള്ളി. ഓ, ഇപ്പൊ സീസൺ ആച്ചാ. ഓ, വന്ന ടൈമിൽ തന്നെ പരുത്തിയ. ഓ, സീസൺ മുടിഞ്ഞാ. ഇപ്പോൾ ഞാൻ മേലെ തിരുവട്ടനല്ലൂർ എന്ന ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് പോകേണ്ടത് കീഴ് തിരുവട്ടനല്ലൂർ എന്ന ഗ്രാമത്തിലേക്കാണ്. ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത് ടൂറിൻ്റെ ഭാഗമായിട്ടല്ല. ശരിക്കുമുള്ള കാരണം ഞാൻ പുറകെ പറഞ്ഞു തരാം. എന്തായാലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ സുഹൃത്ത് വേറൊരു സുഹൃത്തിനെ വണ്ടിയിൽ ലോഡ് കയറ്റുവാൻ സഹായിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് സഹായ സഹകരണം വളരെ കൂടുതലാണ്. ഈ കാണുന്നത് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിംഗ് ഓഫീസാണ്. ഇവിടെ നിന്നുമാണ് കേരളത്തിലേക്കുള്ള പച്ചക്കറികൾ ലോഡ് കയറ്റി അയക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഏജൻസികൾ ഈ പരിസരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഈ വരവിൻ്റെ ഉദ്ദേശം കൂടി പറയാം. ഈ വണ്ടി ഓടിക്കുന്നത് എൻ്റെ സുഹൃത്ത് മാത്രമല്ല, എൻ്റെ ഭാര്യയുടെ അനിയൻ കൂടിയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ എൻ്റെ അളിയൻ. എൻ്റെ കല്യാണം ഒരു ഇൻ്റർ സ്റ്റേറ്റ് മാരേജാണ്. അതായത് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു തമിഴത്തിയെയാണ്. ഇപ്പോൾ എൻ്റെ ഭാര്യയെ താമസിക്കുന്നത്, അതായത് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഭാര്യ വീട്ടിലാണ്. കേരളത്തിലെ മഴയാണ് അതിന് പ്രധാന കാരണം. ഇടയിൽ ഞാൻ വല്ലപ്പോഴും കാണുവാനായിട്ട് ഇതുപോലെ ലീവ് അടിച്ച് പോകുവാറുണ്ട്. അങ്ങനെ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഭാര്യയെയും കൂടി പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ വൈഫിൻ്റെ വീട്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ പേര് ഭവാനി എന്നാണ്. എൻ്റെ മകൻ്റെ പേര് സഞ്ജിത്ത് എന്നുമാണ്. എൻ്റെ ഫാമിലിയെ കാണുവാൻ പുറപ്പെട്ടതാണ് ഈ യാത്രയുടെ മെയിൻ റീസൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വീഡിയോയും എൻ്റെ ഫാമിലിയെയും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതാണ്. എന്ന് നിങ്ങളുടെ സ്വന്തം MC ക്യാബ്സ്. ചിരിച്ചേ.
സൂപ്പർ ya tang beliau. ഒരു ടാറ്റ കൊടുക്ക്. Tata, tata chalo. Tata beliau. Tata. Super ya. ഓക്കെ.